ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിരുന്നു. അച്ചാർ പൊടിയൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ നമ്മൾ ഈ അച്ചാർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടാവില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിൽ നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ കടുക്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയുടെ ആ ഒരു പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഏകദേശം ഒരു 1.5 കപ്പ് അളവിലുണ്ടാവും. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാണ്ട് എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരുപാട് വഴറ്റി നന്നായിട്ട് വേവിച്ചൊന്നും കളയണ്ട. ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഇത് ഇരിക്കും തോറും നന്നായിട്ട് അലുക്കുമല്ലോ. അപ്പോൾ ഒരുപാട് വേവിക്കൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു അളവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി ആട്ടോ യൂസ് ചെയ്യണത്. അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവുമല്ലോ. അത് ഏകദേശം ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവും ഉണ്ടാവും, നല്ല അച്ചാറിനാണെങ്കിലും നല്ല കളർ കിട്ടും. പിന്നെ നമ്മളുടെ ഈ റെസിപ്പീസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കളർ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ നല്ല കേട്ടോ, ഈ ക്യാമറ ഔട്ട് അങ്ങനെ ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല, അത് അങ്ങനെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുക്കെ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ കായപ്പൊടിയാണ് കേട്ടോ. അതേ അളവിൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയും കായവും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇനി നമ്മൾ വഴറ്റി വിഷമിക്കേണ്ട. ആ പൊടികളുടെയൊക്കെ ആ റോസ് സ്മെല്ല് മാറുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം കേട്ടോ വിനാഗിരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു, വിനാഗിരിയും നാരങ്ങ നീരൊന്നും ചേർത്തിട്ട് ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. എന്താണെങ്കിലും അച്ചാറിനൊക്കെ നമ്മൾ വിനാഗിരി ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ അതിന് മുന്നേ ഉള്ള നമ്മൾ ചിക്കനിലൊക്കെ നാരങ്ങാ നീരൊക്കെ ചേർത്തൊക്കെ പൊരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ ഈ അച്ചാർ നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ എന്തെങ്കിലും ഒരു ഭരണിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ പാത്രത്തിലൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകില്ലേ, ആവി വെള്ളമൊക്കെ വീണിട്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം. ചോറിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പേജിൽ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.